ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതായത് മുതലയാർ കമ്മീഷൻ. ഇൻ സെപ്റ്റംബർ 1952, the Government of India appointed the Secondary Education Commission under the chairmanship of Dr. A. Lakshmanaswamy Mudalayar, the then Vice Chancellor of Madras University. 1952 സെപ്റ്റംബറിൽ ഇന്ത്യ ഗവൺമെൻറ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ നിയമിച്ചു. അന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലയാർ ആയിരുന്നു ചെയർമാൻ. The commission was asked to study the existing position of secondary education and recommend suitable measures for its improvement and organization. നിലവിലുള്ള സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ സ്ഥിതി പഠിച്ച് അത് ഇംപ്രൂവ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനുമുള്ള റെക്കമെൻഡേഷൻസ് നൽകാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. The commission submitted its report in June 1953. The major recommendations of the commission are as under. 1953 ജൂണിൽ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. പ്രധാന റെക്കമെൻഡേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എയിംസ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഇവിടെ പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതായത് മുതലേറ കമ്മീഷൻ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിലെ ആദ്യത്തെ റെക്കമെൻഡേഷനാണ് എയിംസ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. According to the Commission, development of democratic citizenship, vocational efficiency, development of personality, promoting leadership qualities, and above all, preservation and enrichment of our cultural heritage should be the important aims of secondary education in India. കമ്മീഷൻ്റെ അഭിപ്രായത്തിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ്, വൊക്കേഷണൽ എഫിഷ്യൻസി, ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, പ്രൊമോട്ടിംഗ് ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതിനെല്ലാറ്റിനും ഉപരി പ്രിസർവേഷൻ ആൻഡ് എൻറിച്ച്മെൻറ്റ് ഓഫ് അവർ കൾച്ചർ എന്നിവയാണ് ഇന്ത്യയിലെ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. സെക്കൻഡ് ഈസ് ഡ്യൂറേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഇവിടെ പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഒരു ഡ്യൂറേഷനെ കുറിച്ചാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ ഷുഡ് ബിഗൻ ആഫ്റ്റർ 4 or 5 years ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. 4 അല്ലെങ്കിൽ 5 വർഷത്തെ പ്രൈമറി എഡ്യൂക്കേഷന് ശേഷമായിരിക്കണം സെക്കൻഡറി എഡ്യൂക്കേഷൻ തുടങ്ങേണ്ടത് എന്നാണ് മുതലേർ കമ്മീഷനിൽ പറയുന്നത്. മിഡിൽ ഓർ സീനിയർ ബേസിക് എഡ്യൂക്കേഷൻ ഷുഡ് ബി ഓഫ് 3 years. മിഡിൽ സ്കൂൾ അല്ലെങ്കിൽ സീനിയർ ബേസിക് സ്കൂൾ എഡ്യൂക്കേഷൻ 3 വർഷമായിരിക്കണം. ആൻഡ് എഡ്യൂക്കേഷൻ അറ്റ് ഹയർ സ്റ്റേജ് ഷുഡ് ബി ഓഫ് 4 years. സ്കൂൾ എഡ്യൂക്കേഷനിലെ ഹയർ സ്റ്റേജ് 4 വർഷം ദൈർഘ്യമുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ രണ്ടാമത്തെ റെക്കമെൻഡേഷൻ. തേർഡ് വൺ ഈസ് 3 language formula. After reviewing the complex problem of medium of instruction, the Commission recommended the 3 language formula. The mother tongue or the regional languages should be the medium of instruction throughout the secondary stage. English and Hindi should be introduced at the end of the junior basic stage, subject to the principle that no 2 languages should be introduced simultaneously. Thus, Hindi and English were recommended as compulsory subject of study at the secondary stage. ഇവിടെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഭാഷകളുണ്ട്. അപ്പോൾ ഏത് ഭാഷയിലാണ് അധ്യാപനം നടത്തേണ്ടത് എന്നുള്ളൊരു കോംപ്ലക്സ് പ്രോബ്ലം നമ്മളുണ്ടായിരുന്നു. അതിനായിട്ട് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത് 3 language ഫോർമുലയാണ്. ഇവിടെ പറയുന്നത് സെക്കൻഡറി സ്റ്റേജ് മുഴുവൻ മദർ ടങ്ക് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജിലായിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാകേണ്ടത്. അധ്യാപനം നടത്തേണ്ടത് സെക്കൻഡറി സ്റ്റേജിൽ മദർ ടങ്കിലോ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജിലോ ആയിരിക്കണം. 2 പുതിയ ഭാഷകൾ ഒരേ സമയം തുടങ്ങാൻ പാടില്ല എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഇംഗ്ലീഷും ഹിന്ദിയും ജൂനിയർ ബേസിക് സ്റ്റേജിൻ്റെ ഒടുവിൽ തുടങ്ങണം. ജൂനിയർ ബേസിക് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 5ാം ക്ലാസ് വരെയാണ്. അപ്പോൾ 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷും 5ാം ക്ലാസ്സിൻ്റെ തുടക്കം ഹിന്ദിയും ആയിരിക്കണം. അപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും തുടങ്ങേണ്ടത് ജൂനിയർ ബേസിക് സ്റ്റേജിൻ്റെ ഒടുവിലായിരിക്കണം. അങ്ങനെ ഹിന്ദിയും ഇംഗ്ലീഷും സെക്കൻഡറി സ്റ്റേജിൽ കമ്പൽസറി ആക്കണമെന്നായിരുന്നു റെക്കമെൻഡേഷൻ. Okay. Fourth one is diversification of courses. Diversification of courses at the high or higher secondary stage was one of the main recommendations of the Commission. Languages, general mathematics, general science, social studies, and a craft must form the core subject for study. In addition to these subjects, the Commission suggested the study of optional subjects chosen from 11 groups coming under humanities, science, technical subject, agriculture, fine arts, and home science. The diversified course should be introduced at the second year of high school stage. ഇവിടെ പറയുന്നത് ഹൈസ്കൂൾ സ്റ്റേജിലോ
ഹയർ സെക്കൻഡറി സ്റ്റേജിലോ കോഴ്സുകൾ ഡൈവേഴ്സിഫൈ ചെയ്യണമെന്നാണ്. ലാംഗ്വേജസ്, ജനറൽ മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, അതുപോലെ ഏതെങ്കിലും ഒരു കൈത്തൊഴിൽ എന്നിവയാകണം പഠിക്കാനുള്ള കോർ സബ്ജക്ട്സ്. ഇവയ്ക്ക് പുറമെ ഹ്യൂമാനിറ്റീസ്, സയൻസ്, ടെക്നിക്കൽ സബ്ജക്റ്റ്, അഗ്രികൾച്ചർ, ഫൈൻ ആർട്സ്, ഹോം സയൻസ് എന്നീ സബ്ജക്ട്സ് ഉൾപ്പെട്ട 11 ഗ്രൂപ്പുകളിൽ നിന്ന് സെലക്ട് ചെയ്ത ഓപ്ഷണൽ സബ്ജക്റ്റ് പഠിക്കേണ്ടതാണ്. ഹയർ സ്റ്റേജിലെ സെക്കൻഡ് ഇയറിലാണ് ഈ ഡൈവേഴ്സിഫൈഡ് കോഴ്സ് ആരംഭിക്കേണ്ടത്. അതായത് 8, 9, 10 ഹൈസ്കൂൾ, +1, +2 ആണ് ഹയർ സെക്കൻഡറി. ഈ ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിൽ നമ്മൾ ലാംഗ്വേജ്, ജനറൽ മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, അതുപോലെ ഏതെങ്കിലും ഒരു കൈത്തൊഴിൽ എന്നിവ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഇത്തരം സബ്ജക്ട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ 9ാം ക്ലാസ്സിലെത്തുമ്പോൾ ഈ പറയുന്ന ഹ്യൂമാനിറ്റീസ്, സയൻസ്, ടെക്നിക്കൽ സബ്ജക്റ്റ്, അഗ്രികൾച്ചർ, ഫൈൻ ആർട്സ്, ഹോം സയൻസ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ ഓപ്റ്റ് ചെയ്യണം. ദെൻ ആ ഓപ്റ്റ് ചെയ്തേക്കുന്ന അടിസ്ഥാനത്തിലായിരിക്കണം ബാക്കി 10th, 11, +2 നമ്മൾ കണ്ടിന്യൂഷൻ നടത്തേണ്ടത്. അപ്പോൾ ഇത്തരം സബ്ജക്ട്സിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് മുതലിയാർ കമ്മീഷൻ 4ാമതായി റെക്കമെൻഡ് ചെയ്തു. ഓക്കെ. 5th is curriculum. According to the commission, the then existing curriculum was narrow, overcrowded, bookish and examination dominated. The curriculum must be flexible, elastic and related to the need of the community. It must include the total experience in the school. ഇവിടെ പറയുന്നത് കമ്മീഷൻ്റെ അഭിപ്രായത്തിൽ എക്സിസ്റ്റിംഗ് കരിക്കുലം നാരോയാണ്, ഓവർ ക്രൗഡഡ് ആണ്, അതായത് ഭാരമേറിയതാണ്, അതുപോലെ ബുക്കിഷാണ്, എക്സാമിനേഷൻ ഡോമിനേറ്റഡ് ആണ്. കരിക്കുലം മസ്റ്റ് ബി ഫ്ലെക്സിബിൾ, ഇലാസ്റ്റിക് ആൻഡ് റിലേറ്റഡ് ടു ദി നീഡ് ഓഫ് ദി കമ്മ്യൂണിറ്റി. വിദ്യാലയത്തിലെ എല്ലാ അനുഭവങ്ങളും കരിക്കുലത്തിൽ ഉൾപ്പെടണം. ഓക്കെ, താങ്ക് യു.